നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ സ്ത്രീരത്നങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തിയോടെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ജീവിക്കേണ്ടതിൻ്റെ അനിവാര്യത ഈ സ്ത്രീരത്നങ്ങളിലൂടെ ഗ്രന്ഥകാരന്മാർ നമുക്ക് കാണിച്ചു തരുന്നു. ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തിൽ ഏറ്റവും അവസാനമായി പുരുഷന് തുണയായി പദചലനങ്ങളിൽ കൃപയുള്ളവളായും അംഗചലനങ്ങളിൽ സ്നേഹം തുളുമ്പുന്നവളായും കണ്ണുകളിൽ സ്വർഗം നിറഞ്ഞു നിൽക്കുന്നവളായും ശബ്ദത്തിൽ സംഗീതമുള്ളവളായും ഭൂമിയിൽ പറുദീസ പണിയാൻ സ്ത്രീയെ സൃഷ്ടിച്ചു. അവൾക്ക് ഹൗവ എന്ന നാമം നൽകി. വേദപുസ്തകത്തിലെ ആദ്യ സ്ത്രീ എന്ന പേരിനൊപ്പം ആദ്യ ഭാര്യയായും ആദ്യ മാതാവായും ഹൗവ നിലകൊള്ളുന്നു. ആദ്യ പാപത്തെ ഓർമ്മപ്പെടുത്തിയും നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയും ഇതാ ഹൗവ നിങ്ങൾക്ക് മുന്നിൽ. സാറ, വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമിന്റെ ഭാര്യയായ സാറ, വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ട സ്ത്രീരത്നം. മിറിയം. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നപ്പോൾ മിറിയം തപ്പെടുത്തു. സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും കാനാനിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ സഹോദരന്മാരായ മോശയോടും അഹറോനോടും ഒപ്പം നിന്ന ധീരവനിത. ദെബോറ. ഇസ്രായേലിന്റെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകിയായ ഏക ന്യായാധിപ. ആത്മത്യാഗത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും നല്ല മാതൃക. കാനാന്യർക്ക് എതിരെയുള്ള യുദ്ധത്തിൽ തൻ്റെ കൂടെ വരണമെന്ന് ബാരാക്ക് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കായി ധൈര്യപൂർവം ബാരാക്കിനോടും സൈന്യത്തോടുമൊപ്പം അവൾ പുറപ്പെട്ടു. അവർ നേടിയ ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ദെബോറ പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിൽ ഒന്നായി കരുതപ്പെടുന്നു. രൂത്തും നവോമിയും. യഹോവയോടും അമ്മാവി അമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടം കാരണം തൻ്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദ ദേശത്തെത്തിയ മോവാബി സ്ത്രീയായ രൂത്ത്. തൻ്റെ ദൈവഭക്തിയും കഠിന അധ്വാനവും വിശ്വസ്തതയും കൊണ്ട് യേശുവിൻ്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാരത്നം. മരുമക്കളിൽ ഒരാളായ ഓഫ തൻ്റെ ജനത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിയപ്പോഴും രൂത്ത് അമ്മാവി അമ്മയായ നവോമിയോടൊപ്പം പറ്റി നിന്നു. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച രൂത്ത് മരുമക്കൾക്ക് ഒരു മാതൃകയാണ്. ഹന്ന. ഇസ്രായേൽ ജനത്തിൻ്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായിരുന്ന ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന. ഹന്നയുടെ മടുത്തുപോകാത്ത പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ്. ഒരമ്മയുടെ പ്രാർത്ഥനയുടെ വിജയം ഹന്നയിലൂടെ നമുക്ക് കാണാൻ കഴിയും. അബിഗയിൽ. കർമ്മേലിലെ മഹാധനികനായ നാബാലിന്റെ ഭാര്യ. ദുഷ്ടനും അവിവേകിയുമായ തൻ്റെ ഭർത്താവിൻ്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ടും സന്ദർഭോചിതമായ പ്രവൃത്തി കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീരവനിത. നയവാന്റെ വീട്ടിലെ അടിമ പെൺകുട്ടി. ഇസ്രായേലിന്റെ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്ന അടിമ പെൺകുട്ടി. പരാക്രമശാലിയായിരുന്നെങ്കിലും കുഷ്ഠരോഗിയായിരുന്ന സ്വന്തം യജമാനനായ നയവാന്റെ മുൻപിൽ ധൈര്യപൂർവം തൻ്റെ ദൈവത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തെ സൗഖ്യത്തിലേക്ക് നയിച്ച ധീരയായ പെൺകുട്ടി.
എസ്തർ. അഹശ്വേരോശ് രാജാവിൻ്റെ ഭാര്യ എസ്തർ തൻ്റെ രാജ്ഞിപദത്തിലും കൊട്ടാരത്തിലെ സുഖലോലുപതയിലുമൊന്നും മതിമറന്ന് ആഹ്ലാദിക്കാതിരുന്ന എസ്തർ തൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും സ്വജനത്തിൻ്റെ വിടുതലിനു വേണ്ടി രാജസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട പ്രൗഢയും കുലീനയുമായ ഉത്തമ സ്ത്രീ. മറിയയും എലിശബത്തും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന് ജനിക്കാൻ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത മറിയം സ്വന്തം മകനെ ലോകത്തിൻ്റെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിൻ്റെ നിറകുടം. യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ ജനിച്ച സ്നാപക യോഹന്നാന് ജന്മം കൊടുത്ത എലിശബത്ത്. തൻ്റെ കർത്താവിൻ്റെ അമ്മ അടുത്തു വന്നപ്പോൾ എലിശബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു അത് തിരിച്ചറിഞ്ഞു. ദൈവസന്നിധിയിൽ നീതിയുള്ളവളും കർത്താവിൻ്റെ സകല കൽപ്പനകളും പാലിച്ചിരുന്ന ഉത്തമ സ്ത്രീയായിരുന്നു എലിശബത്ത്. ഹന്ന പ്രവാചകി. ആശേർ ഗോത്രത്തിലെ മനുവേലിൻ്റെ മകളായ ഹന്ന പ്രവാചകി വളരെ വയസ്സ് ചെന്നിട്ടും ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധിച്ചു പോന്നു. അതുകൊണ്ട് യെരൂശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ ഹന്ന പ്രവാചകിക്ക് സാധിച്ചു. മാർത്തയും മറിയയും. യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിൻ്റെ മൊഴികൾക്ക് ചെവി കൊടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരുന്ന മാർത്തയ്ക്ക് യേശുവിൻ്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു. മാർത്തയുടെ അതിഥി സൽക്കാരം ഏതൊരു സ്ത്രീക്കും മാതൃകയാക്കാവുന്നതാണ്. ശമരിയക്കാരി സ്ത്രീ. യേശുവിനെ മശിഹായാണെന്ന് തിരിച്ചറിഞ്ഞ ശമരിയക്കാരി അറിഞ്ഞ സത്യം മറച്ചു വെക്കാതെ വെള്ളം കോരാൻ വന്ന കാര്യം പോലും മറന്ന് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സത്വർത്തമാനം എല്ലാവരെയും അറിയിക്കുന്നു. അവളുടെ വാക്കുകേട്ട് ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിനെ കാണാനെത്തുന്നു. മഗ്ദലനക്കാരത്തി മറിയം. യേശുവിൻ്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ച മഗ്ദലനക്കാരത്തി മറിയം. മരണസമയത്തും യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു. അതിരാവിലെ കല്ലറയ്ക്കലെത്തിയ മറിയയാണ് താൻ ഉയർത്തെഴുന്നേറ്റു എന്ന സദ്വാർത്ത ശിഷ്യന്മാരെ അറിയിക്കാൻ യേശു ചുമതലപ്പെടുത്തിയത്. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തോലയായി മാറിയ മഗ്ദലനക്കാരത്തി മറിയം. ക്രിസ്തീയ ജീവിതത്തിൽ സഹോദരിമാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ്ലീഹ ഫിലിപ്പോസിന് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ ഭർതൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും നന്മ ഉപദേശിക്കുന്നവരും ആയിരിക്കും. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം എന്നാണ്. പ്രിയ സഹോദരിമാരെ, ഈ കാലഘട്ടത്തിൽ നല്ല പ്രാർത്ഥനാ ജീവിതം നയിച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഒരു നല്ല സാക്ഷ്യമുള്ള സ്ത്രീ ആയിരിക്കാം. അതിന് ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ അവതരണം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി. ദൈവത്തിന് മഹത്വം.